നമ്മളിപ്പോൾ ഇവിടെ ദുബായിൽ കരാമയിലുള്ള ആര്യാസിലാണുള്ളത്. കരാമ പാർക്കിനടുത്തുള്ള ആര്യാസിൽ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് 5 ഫീറ്റ് ദോശ. അപ്പോൾ ഈ 5 ഫീറ്റ് ഗീ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. മമ്മയുടെ ഗീ റോസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇവിടെ ദുബായിലെ ഒരു സ്പെഷ്യലായ 5 ഫീറ്റ് ഗീ റോസ്റ്റ് കഴിക്കാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. നോക്കാം, അടിപൊളിയോ ലൈഫ് നമ്മൾ കഴിച്ചാൽ തീരുവോ? തീർക്കണം. ഒരു 4 പ്ലേറ്റ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതില്ല അങ്ങനെ ഒരു 3 സെറ്റ് ഇതില് പല ചട്നികളും സാമ്പാർ എന്തൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് 5 അടി ദോശ ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ വെക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത്. 2 ടേബിളൊക്കെ കൂട്ടിയിട്ടിട്ടുള്ളത്. അയ്യോ, ഷോൾഡറിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് കേട്ടാ. ഒരു തോണി പോലെയുള്ള വലിയൊരു മരത്തിന്റെ പാത്രം. ഓക്കെ, ഓരോ ഗീ റോസ്റ്റ് നമ്മൾ സാധാരണ ഗീ റോസ്റ്റ് പോലെ ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാണെന്നാണ് പറയണത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിസ്സ മോൻക എല്ലാം നല്ലതാണെന്ന് പറയുന്നത്. അപ്പം ഞാനും കഴിക്കട്ടെ. ദോശ ഇപ്പം ഇങ്ങനെ ആയി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്രീൻ മസാല ഗ്രീൻ ചട്നി സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു പറാത്ത കാണിക്കുന്നുണ്ട്. ഇഷ്ടമായോ? എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമായി. നല്ല ദോശയാണ്. എല്ലാം കഴിഞ്ഞു കേട്ടോ. 5 ഫീറ്റ് ആറിനോട്ടൊന്നും കാര്യമില്ല. നമ്മളെല്ലാം തീർത്തു. അപ്പം ഞങ്ങൾ ദോശയെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി നേരത്തെ പറഞ്ഞ ഗ്രീൻ ചട്നി സ്റ്റഫ് ചെയ്തിട്ടുള്ള പറാത്ത കാണിക്കാം. നല്ല പറാത്തയാണ് കേട്ടോ. നല്ല ഫ്ലേക്കി ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന നല്ലൊരു പറാത്തയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദ. ഇപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ആയിട്ട് എടുക്കാം, 2 കപ്പ് മൈദ ആയിട്ട് എടുക്കുകയാണെങ്കിലും ഒരേപോലെ എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ നിറയെ കസൂരി മെത്തി, അല്ലെങ്കിൽ ചെറുതാക്കി മുറിച്ച മല്ലിയില, 1 ടീസ്പൂൺ അജ്വൈൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. നന്നായി കുഴഞ്ഞിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളിലേക്ക് ഇങ്ങനെ ടക്കിങ് ചെയ്ത് വയ്ക്കാം. മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കൊന്ന് ഡ്രൈ ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തു നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, 3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ചാറ്റ് മസാല പൗഡർ 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ലെമൺ എടുത്തിട്ടുള്ള ജ്യൂസ്. കുറച്ച് ഡിഫറെൻറ്റ് ഫ്ലേവറിൽ വരുന്ന നല്ലൊരു പറാത്ത. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നിലക്കടല വറുത്തത്, റോസ്റ്റഡ് നിലക്കടല. ഇനി ഇത് അരയ്ക്കണം. ചില മിക്സിയിൽ അധികം വെള്ളം ഒഴിക്കാതെ അരയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതധികം നമുക്കൊരു പേസ്റ്റ് പോലെ തന്നെയാണ് കിട്ടേണ്ടത്. അധികം ലൂസാവാതെ അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നാല് ബോളാക്കിയെടുത്തു. കുറച്ച് മൈദയോ ഗോതമ്പ് പൊടിയോ തൂവിയിട്ട് എത്ര തിന്നായിട്ട് പരത്താൻ പറ്റുന്ന അത്രയും തിന്നായിട്ട്. വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.
നേരിയതായിട്ട് പരത്തിയെടുക്കുക. ചട്ടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട്, പണ്ട് ഞാൻ ചെറുതാകുമ്പോൾ എൻ്റെ ഉമ്മ ഇതേപോലെ സിലോൺ പൊറോട്ട ഉണ്ടാക്കാൻ കാണിച്ചത്. ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി പഠിക്കുമായിരുന്നു. ഇടയ്ക്ക് ഓരോന്ന് ഞാനിങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. അത് ഈ ഗ്രീൻ മസാല ഇല്ല, നേരിയതായിട്ട് പരത്തിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഇപ്പം ഞാൻ ചെയ്തത് ഈ ഓയിൽ ഒഴിക്കുന്നത് താല്പര്യമില്ലെങ്കിൽ, കാരണം ഇത് നമുക്കിങ്ങനെ ഈ ലെയറായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സിഗ്സാഗായിട്ട് ഒന്നിങ്ങനെ മടക്കുന്ന ഇങ്ങനെയായിരുന്നു പണ്ട് സിലോൺ പൊറോട്ട എൻ്റെ ഉമ്മ മടക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞൊറിവായിട്ട് എടുത്തിട്ട് ഇതിൽ പിന്നെ ഇനി ശരിക്കും ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ടൊന്നിങ്ങനെ സാധാരണ റൈത്ത കൂട്ടിയിട്ട് തൈരിൽ നമ്മൾ ചെറുതാക്കി ഉള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കില്ലേ, അത് സാധാരണ ഇത് കഴിക്കാറുള്ളത്. ഈ അവസാനം വരുന്നത് അടിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു ക്ലോത്തോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് ക്ലിംഗ് ഫിലിം വെച്ചിട്ടോ മറ്റോ കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് ചുട്ടെടുത്താൽ മതി. കുറച്ച് ഗോതമ്പ് പൊടി തൂവിയിട്ട് ഇത് നല്ല ബട്ടർ വെച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കിഷ്ടമാണ്, ഞാനങ്ങനെ കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ റൈത്തയാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു കൂട്ട്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്ത് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പാൻ ചൂടായിട്ടുണ്ട്. തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കാം. മുകളിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, നിർബന്ധമില്ല. ഓയിൽ അധികം താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഉള്ളിലൊക്കെ ഓയിൽ ചേർത്തതുകൊണ്ട് ഓയിൽ ചേർക്കണമെന്നില്ല. പറാത്തയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിൽ ഞാൻ ഓയിൽ ചേർത്തതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഇത്രയും താല്പര്യം ഇല്ലെങ്കിൽ ഓയിൽ കുറച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. നല്ല ഫ്ലേക്കി ആയിട്ടുള്ള, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെപ്പോഴും ചപ്പാത്തി പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബട്ടർ. ഇതിലുള്ള എരിവോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ മുളക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും സ്പൈസസൊക്കെ കുറച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും നല്ല റെസിപ്പിയാണ്, ട്രൈ ചെയ്യണേ. നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതെൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആഡാണ്. ക്ലാസ്സസ് നടക്കുന്നുണ്ട്, എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ